ഗോപിനാഥൻ നായർ എന്ന് പറയുമ്പോൾ കൂടുതൽ ആളുകൾക്കും മനസ്സിലാവില്ല. അതിന് കാരണമുണ്ട്. മലയാള ചലച്ചിത്ര ലോകത്തിന് ഏറെ പ്രിയപ്പെട്ട ദൃഢതയുള്ള അഭിനേതാവ്, വ്യത്യസ്തം നിറഞ്ഞ ആഴമുള്ള കഥാപാത്രങ്ങൾക്ക് പിറവി നൽകിയ എഴുത്തുകാരൻ, അപ്രതീക്ഷിതമായ സൃഷ്ടികൾക്ക് പിന്നിൽ ചരട് വലിച്ച സംവിധായകൻ, കൂടാതെ നാടകകലയ്ക്ക് പുതിയൊരു മുഖം സമ്മാനിച്ച നാടക നടൻ, അറിയപ്പെടുന്നത് ഭരത് ഗോപി എന്ന പേരിൽ. ഭരത് ഗോപി ശരീരം കൊണ്ടും ഒക്കെ അഭിനയിക്കുന്ന ഒരാൾ എന്നുള്ളത് ഭരത് ഗോപി. മുരളി ഗോപിയെ കാണുമ്പോൾ ഗോപിയേട്ടൻ നമ്മൾ പലപ്പോഴും ഓർക്കും. മുരളിക്ക് പക്ഷെ ബഹുമാനിക്കാൻ തക്ക പ്രായമില്ലെങ്കിലും ഈ രൂപവും ചില നോട്ടവും കാണുമ്പോൾ പുള്ളിയാണെന്ന് വിചാരിച്ച് നമ്മളൊന്ന് ബഹുമാനിക്കുന്നു. വർഷങ്ങൾ കൊണ്ട് 85-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചുകൊണ്ട് തന്റെ അഭിനയ പാടവത്തിന്റെ ചില ഏടുകൾ മാത്രം സിനിമാ പ്രേമികൾക്ക് മുന്നിൽ കാണിക്കുമ്പോഴും മികച്ച അഭിനേതാവിനുള്ള അവാർഡുകൾ വാരിക്കൂട്ടാൻ കഴിഞ്ഞിരുന്നു അദ്ദേഹത്തിന്. മലയാള സിനിമയ്ക്ക് നഷ്ടമായ പൊൻതൂവലുകളിൽ ഒന്നാണ് ഗോപിച്ചേട്ടൻ എന്ന് ഇന്നത്തെ മലയാള സിനിമയുടെ ആചാര്യന്മാർ പലരും അഭിപ്രായപ്പെടുന്നു. ഭരത് ഗോപി ഓർമ്മയായിട്ട് 16 വർഷം തികയുന്ന ഇന്ന് ഭരത് ഗോപി എന്ന വിസ്മയത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ കാണുന്നത് ഓരോ കഥാപാത്രത്തെയും വെല്ലുവിളിയായി സ്വീകരിച്ച അവിശ്വസനീയമായ നടനം തന്നെ. നാളെ കാലത്ത് വന്നാൽ മതിയായിരുന്നല്ലോ. കൂടുതലാകുന്നുണ്ട്. നാട്ടുകാരൊക്കെ പറഞ്ഞു തുടങ്ങി. എനിക്ക് വെളിയിലിറങ്ങി നടക്കണം. കൊടിയേറ്റം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 1978-ലെ ഏറ്റവും നല്ല നടനുള്ള ഭരത് അവാർഡ് ലഭിച്ചതിൽ പിന്നെയാണ് ഇദ്ദേഹം ഭരത് ഗോപിയായതും കൊടിയേറ്റം ഗോപിയായതും. സാമൂഹിക വിഷയങ്ങളിലുള്ള ഏറ്റവും നല്ല ചലച്ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് ഇദ്ദേഹത്തിന്റെ യമനം എന്ന ചലച്ചിത്രത്തിനും, അഭിനയം അനുഭവം എന്ന പുസ്തകത്തിന് ഏറ്റവും നല്ല പുസ്തകത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുമ്പോൾ അതേ വർഷം ഒരു പത്മശ്രീ കൂടി നേടിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പിന്നീട് അങ്ങോട്ട് 15-ൽ പരം സംസ്ഥാന, ദേശീയ, അന്താരാഷ്ട്ര ബഹുമതികളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 10 വയസ്സിൽ തന്നെ അഭിനയ ജീവിതം തുടങ്ങിയിരുന്നു. പഠിത്തമൊക്കെ കഴിഞ്ഞ് കേരള ഇലക്ട്രിസിറ്റി ബോർഡിൽ ക്ലർക്കായി ജോലിയിൽ പ്രവേശിച്ച ഗോപിയുടെ യാത്ര നിത്യവും ട്രെയിനിലായിരുന്നു. ഇക്കാലത്താണ് ജി ശങ്കരപിള്ളയെ പരിചയപ്പെടുന്നത്. യാത്രയിൽ ഉടനീളം നാടകത്തെക്കുറിച്ചുള്ള ചർച്ചകളായിരുന്നു. ഈ ബന്ധത്തിന്റെ ഫലമായാണ് ചിറയൻ കീഴിൽ പ്രസാദന ലിറ്റിൽ തിയേറ്റർ പിറവിയെടുത്തത്. 13 വർഷത്തോളം പ്രസാദനയുടെ പ്രവർത്തനം തുടർന്നു. ഗോപിയായിരുന്നു മിക്ക നാടകങ്ങളിലും മുഖ്യ വേഷക്കാരൻ. നാടകാഭിനയത്തിനു പുറമെ രചന, സംവിധാനം എന്നീ മേഖലകളിലും ഗോപി ശ്രദ്ധ പതിപ്പിച്ചിരുന്നു. കുട്ടികളുടെ നാടകം ഉൾപ്പെടെ 5 നാടകങ്ങൾ എഴുതുകയും 3 എണ്ണം സംവിധാനം ചെയ്യുകയും ചെയ്തിരുന്നു. അടുത്ത ഹാഫ് ഡേക്ക് ഒരു 19 രൂപയായിട്ട് പോരെ, നമുക്ക് ഒറ്റപ്പാലത്ത് പോയൊന്ന് വിലക്കാം. അടൂർ ഗോപാലകൃഷ്ണനുമായുള്ള പരിചയമാണ് ഗോപിയെ ചലച്ചിത്ര രംഗത്ത് എത്തിക്കുന്നത്. സിനിമാ അഭിനയത്തിൽ തൽപരനായിരുന്നില്ലെങ്കിലും അടൂരിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് സ്വയംവരത്തിൽ ചെറിയൊരു വേഷം ചെയ്തത്. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന്റെ ഒരു നിറഞ്ഞാട്ടം തന്നെയായിരുന്നു. 1980-ൽ ജയന്റെ മരണശേഷം മലയാള സിനിമ വലിയ വഴിത്തിരിവിൻ്റെതായിരുന്നു. ആ സമയം നായകൻ, നായിക, വില്ലൻ, മസാലാപ്പടം ശൈലി മാറ്റി വൈവിധ്യമാർന്ന തീമുകളിലേക്ക് മലയാള സിനിമയെ നയിച്ചതിൽ ഭരത് ഗോപിക്ക് നിർണായകമായ പങ്കുണ്ട്. അങ്ങനെ സിനിമാ ലോകത്ത് ചെറുത്തു നിൽക്കുമ്പോഴാണ് 1986-ൽ പക്ഷാപാതം പിടിപെടുന്നത്. കലാമൂല്യമുള്ള സിനിമകളുടെ ഒരു സുവർണ കാലഘട്ടത്തിന്റെ അമരക്കാരിൽ ഒരാളായി തന്നെ വാണുകൊണ്ടിരുന്ന ആൾ ഇടതുവശം തളർന്ന് കുറെ കാലം ചലച്ചിത്ര രംഗത്തു നിന്നും വിട്ടുനിന്ന ശേഷം പാതയം എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് തിരിച്ചുവരവ് നടത്തിയത്. പക്ഷേ ശാരീരിക പ്രശ്നങ്ങൾ കാരണം പഴയ പ്രതാപത്തിലേക്ക് മടങ്ങി വരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്ന് വിഷമത്തോടെ പറയുന്നു സിനിമാ ലോകം. 2008 ജനുവരി 29-ന് മരണത്തിന് കീഴടങ്ങുമ്പോൾ ഭരത് ഗോപി എന്ന അതുല്യ നടന്റെ പകരക്കാരനായി മകൻ മുരളി ഗോപി എന്ന ആഴമുള്ള ഒരു നടനും കഥാകൃത്തും സിനിമാ ലോകത്തിന് ലഭിക്കുകയായിരുന്നു എന്ന് പലരും അഭിപ്രായപ്പെടുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ്.